ട്രേഡിങ്ങിനെ പറ്റി എക്സ്പീരിയൻസ് ഇല്ലാത്ത ഇൻഫ്ലുവൻസേഴ്സ് പറയുന്നത് കേൾക്കാതിരിക്കുക. ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ ഓർക്കുന്നതും കാണുന്നതുമായിട്ടുള്ള കാര്യം ഇതാണ്. ഇതിനെയാണ് നമ്മൾ കാൻഡിൽ സ്റ്റിക്സ് ചാർട്ട് എന്ന് പറയുന്നത്. കാൻഡിൽ സ്റ്റിക്സ് ചാർട്ട് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് പ്രൈസ് അനാലിസിസ് നടത്തുന്നതെന്നും ഇത് ട്രേഡ് എക്സിക്യൂഷന് വേണ്ടിയിട്ട് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നും ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് നോക്കാം. ട്രേഡിങ്ങും ഇൻവെസ്റ്റ്മെന്റും എല്ലാവർക്കും താല്പര്യമുള്ള ഒരു കാര്യമാണെങ്കിൽ പോലും ഇതിനെപ്പറ്റി പഠിക്കാൻ പലരും ബുദ്ധിമുട്ടാണ്. സോ ഇന്ന് നമ്മൾ ടെക്നിക്കൽ അനാലിസിസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ബേസ് കോൺസെപ്റ്റ് ആയ കാൻഡിൽ സ്റ്റിക്സിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു കാൻഡിൽ സ്റ്റിക്സ് എന്താണെന്ന് ഒരു എക്സാമ്പിളിലൂടെ നോക്കുകയാണെങ്കിൽ അരുണും അലനും ഒരു ഏരിയയിലേക്ക് ട്രാവൽ ചെയ്യുകയാണ്. പക്ഷേ അവർ ട്രാവൽ ചെയ്യുന്ന രീതിയും അവരെത്തിപ്പെടുന്ന സ്പീഡും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. സോ അതുപോലെ തന്നെ ട്രേഡിങ്ങിൽ സ്റ്റോക്സിന്റെയും ഫോറക്സിന്റെയും ഒക്കെ പെയേഴ്സിൽ ഡിഫറെന്റ് ടൈംസിൽ വന്നിട്ടുള്ള പ്രൈസ് മൂവ്മെന്റ്സിനെ അനാലിസിസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് കാൻഡിൽ സ്റ്റിക്സ്. പ്രൈസ് മൂവ്മെന്റ്സ് മനസ്സിലാക്കാൻ ഡിഫറെന്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് നമുക്ക് ചാർട്ടിംഗ് ടൂൾസിലുണ്ട്. ലൈൻ, ഏരിയ, ബാർ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇതിൽ നിന്നൊക്കെ ഏറ്റവും ഈസി ആയിട്ട് ഓരോ പ്രൈസ് മൂവ്മെന്റ്സിന്റെയും ഡിഫറെന്റ് ആയിട്ടുള്ള സ്വഭാവങ്ങളും അവരുടെ സ്റ്റോറീസും കാര്യങ്ങളും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഏറ്റവും സ്മൂത്ത് അനാലിസിസിന് വേണ്ടി കാൻഡിൽ സ്റ്റിക്സ് ആണ് മോസ്റ്റ് ഓഫ് ദി ട്രേഡേഴ്സും യൂസ് ചെയ്യുന്നത്. ഒരു കാൻഡിൽ സ്റ്റിക്സിൽ ഓരോ ടൈമിലും പ്രൈസ് എവിടെയാണ് ഓപ്പൺ ആയത്, ഏതൊക്കെ ഹൈ പ്രൈസ് വരെ മാർക്കറ്റിൽ പോയി, ഏതൊക്കെ ലോ പ്രൈസ് വരെയും പോയിട്ടുണ്ട്, ആൻഡ് അതോടൊപ്പം തന്നെ ആ ഒരു ടൈം കഴിഞ്ഞപ്പോൾ എവിടെയാണ് ക്യാൻഡിൽ ക്ലോസ് ആയിട്ടുള്ളതെന്നൊക്കെയുള്ള ഡീറ്റെയിൽഡ് ഇൻഫോർമേഷൻ ആണ് കാൻഡിൽ സ്റ്റിക്സിലൂടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുക. കാൻഡിൽ സ്റ്റിക്സിന്റെ അനാറ്റമിയിലേക്ക് വരുവാണെങ്കിൽ രണ്ട് ടൈപ്പിലാണ് നമുക്ക് ഫോർമേഷൻ നടക്കുന്നത്. എയ്തർ ബുള്ളിഷ് ഓർ ബെയറിഷ് ക്യാൻഡിൽ. ഒരു മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു അസറ്റ് ക്ലാസ് ബുള്ളിഷ് കണ്ടീഷനിൽ അല്ലെങ്കിൽ അപ്വേർഡ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്കൊരു ബുള്ളിഷ് ക്യാൻഡിൽ ആയിരിക്കും ഫോം ചെയ്യുക. ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു ഗ്രീൻ കളറിലാണ്. ആൻഡ് അതോടൊപ്പം തന്നെ ബെയറിഷ് ആയിട്ട് താഴേക്കാണ് മാർക്കറ്റ് ഫാൾ ആവുന്നതെങ്കിൽ ആ ഒരു ടൈമിൽ നമുക്ക് ഫോം ചെയ്യുന്ന ക്യാൻഡിലാണ് ബെയറിഷ് ക്യാൻഡിൽ. ഇതിനെ നമ്മളൊരു റെഡ് കളറിലായിരിക്കും സൂചിപ്പിക്കുന്നത്. കാൻഡിൽ സ്റ്റിക്സ് നമുക്ക് ഡിഫറെന്റ് ഷേപ്പിൽ ഫോം ആവുന്നുണ്ട്. ആൻഡ് ഓരോ ഷേപ്പിനും ഓരോ സൈക്കോളജിക്കൽ സ്റ്റോറീസ് നമ്മളോട് പറയാനുണ്ട്. ആൻഡ് ഇവിടെ നമ്മൾ കാൻഡിൽ സ്റ്റിക്സിന്റെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഒരു ക്യാൻഡിലിന് രണ്ട് പാർട്ടുകളാണുള്ളത്, ബോഡിയും വിക്കും. ഇതൊരു മെഴുകുതിരിയുടെ എക്സാമ്പിളിലൂടെ നോക്കുകയാണെങ്കിൽ മെഴുകുതിരിയിൽ അതിന്റെ നടുക്കായിട്ടുള്ള മെഴുകു ഭാഗമാണ് തിക്കായിട്ടുള്ളത്. ആ ഒരു തിക്ക് ഭാഗത്തെയാണ് നമ്മുടെ ഇതിനകത്തും കാൻഡിൽ സ്റ്റിക്സിലെ ബോഡി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് അതോടൊപ്പം തന്നെ ഇതിനകത്ത് ഒരു തിരിയാണ് മെഴുകുതിരിക്കകത്തുള്ളത്. പക്ഷേ കാൻഡിൽസിലേക്ക് വരുന്ന സമയത്ത് രണ്ട് തിരികളാണുള്ളത്. ഈ ഒരു മുകളിലും താഴെയുമായിട്ടുള്ള തിൻ ലൈൻസിനെയാണ് നമ്മൾ വിക്സ് എന്ന് പറയുന്നത്. കാൻഡിൽ സ്റ്റിക്സിന്റെ അനാറ്റമി നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന് മെയിൻലി 4 പാർട്സ് ആണുള്ളത്. ഒരു ക്യാൻഡിൽ ഓരോ ടൈമിലും എവിടെയാണ് ഓപ്പൺ ചെയ്തത്, ആൻഡ് അതോടൊപ്പം തന്നെ ആ ഒരു ക്യാൻഡിൽ മൂവ് ചെയ്തിട്ടുള്ള ഹയസ്റ്റ് പ്രൈസ് അതിനെ നമ്മൾ ഹൈ പോയിന്റ് എന്നും, ആൻഡ് ആ ഒരു ക്യാൻഡിൽ ഫോം ചെയ്തപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലോ പോയിന്റിനെ ലോ ഓഫ് ദി ക്യാൻഡിൽ എന്നും, ആൻഡ് ഈ ഒരു ടൈം കഴിഞ്ഞപ്പോൾ എവിടെയാണോ ക്യാൻഡിൽ ക്ലോസ് ചെയ്തത് അതിനെ നമ്മൾ ക്ലോസിംഗ് പ്രൈസ് എന്നുമാണ് പറയുന്നത്. ഇനി കാൻഡിൽ സ്റ്റിക്സ് മനസ്സിലാക്കുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ട ഒരു കാര്യമാണ് ടൈം ഫ്രെയിംസ്. ടൈം ഫ്രെയിം എന്താണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ക്യാൻഡിൽ ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യാൻ എടുക്കുന്ന സമയത്തെയാണ് ടൈം ഫ്രെയിം എന്ന് പറയുന്നത്. ചാർട്ടിൽ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈം ഫ്രെയിംസ് ഉണ്ട്. 4 അവർ ടൈം ഫ്രെയിം, 5 മിനിറ്റ് ടൈം ഫ്രെയിം, 30 മിനിറ്റ് ടൈം ഫ്രെയിം എക്സെട്ര. ഇനി ഇതിൽ നിന്ന് 5 മിനിറ്റ് ടൈം ഫ്രെയിം നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെ ഓരോ ക്യാൻഡിലും ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 5 മിനിറ്റ് ആയിരിക്കും. ഓരോ 5 മിനിറ്റിലും പുതിയ ക്യാൻഡിൽസ് നമുക്ക് അവിടെ ഫോം ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. എങ്ങനെയാണ് ഒരു ബുള്ളിഷ് ആൻഡ് ബെയറിഷ് ക്യാൻഡിൽസ് ഫോം ചെയ്യുന്നത്? ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്യുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രൈസ് എവിടെയാണോ ഓപ്പൺ ചെയ്തിട്ടുള്ളത് അതിന് മുകളിലായിട്ട് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്കൊരു ബുള്ളിഷ് ക്യാൻഡിൽ ആയിരിക്കും ഫോം ചെയ്യുക. ഇനി ഒരു ബെയറിഷ് ക്യാൻഡിൽ അല്ലെങ്കിൽ റെഡ് ക്യാൻഡിൽ ഫോം ചെയ്യുക, ഓപ്പണിംഗ് പ്രൈസിന് താഴെയായിട്ടാണ് പ്രൈസ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്കൊരു ബെയറിഷ് ക്യാൻഡിൽ ആയിരിക്കും ഒബ്റ്റെയിൻ ആവുക. നമ്മളൊരു ഡെയിലി ടൈം ഫ്രെയിം സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ദിവസത്തെ സമയം കഴിയുന്നതിന് മുൻപ് ഓപ്പൺ ചെയ്ത പ്രൈസ്, എക്സാമ്പിൾ ആയിട്ട് ഒരു 100 എന്ന് പറയുന്ന പ്രൈസിലാണ് ഇന്ന് ഓപ്പൺ ചെയ്തിട്ടുള്ളതെങ്കിൽ ഇന്നത്തെ ദിവസം കഴിയുമ്പോൾ ഒരു 90 അല്ലെങ്കിൽ 80 എന്ന് പറയുന്ന 100ന് താഴെയായിട്ടുള്ള ഒരു പ്രൈസിലാണ് ക്ലോസ് നടക്കുന്നതെങ്കിൽ അവിടെ നമുക്കൊരു ബെയറിഷ് ക്യാൻഡിൽ ആയിരിക്കും ഫോം ചെയ്യുന്നത്. ഒരു കാൻഡിൽ സ്റ്റിക്സിന് 2 പാർട്ട് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു, ബോഡിയും വിക്കും. ഈ ഒരു വിക്ക് ഫോർമേഷൻ എങ്ങനെയാണ് ഹാപ്പൻ ആവുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു 4 അവർ ടൈം ഫ്രെയിം നമ്മൾ സെലക്ട് ചെയ്ത് ക്യാൻഡിലിന്റെ ഫോർമേഷൻ നോക്കുന്ന സമയത്ത് പ്രൈസ് ഓപ്പൺ ചെയ്തിട്ടുള്ളത് 100 എന്ന് പറയുന്ന പ്രൈസിലാണ്. അതിനുശേഷം ഈ ഒരു 4 അവർ ടൈം ഫ്രെയിമിൽ ഏതോ ഒരു ടൈമിൽ പ്രൈസ് 80 എന്ന് പറയുന്ന പോയിന്റിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം 4 മണിക്കൂർ കഴിഞ്ഞ് പ്രൈസ് ക്ലോസ് ചെയ്തത് എന്ന് പറയുന്നത് 120 130 ആവാം. ആ ഒരു ടൈമിൽ 100ൽ നിന്ന് 80ലേക്ക് പ്രൈസ് മൂവ് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മളെ കാണിച്ചു തരുന്ന ഒരു പ്രൂഫാണ് ഇവിടുത്തെ വിക്ക് എന്ന് പറയുന്നത്. ഓപ്പണിംഗ് പ്രൈസിന്റെ താഴെയായിട്ട് ലോ ക്രിയേറ്റ് ചെയ്യുന്നതും അതോടൊപ്പം തന്നെ ക്ലോസ് പ്രൈസിന്റെ മുകളിലായിട്ട് ഹൈ ക്രിയേറ്റ് ചെയ്യുന്നതുമാണ് ഈ ഒരു വിക്കിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമേഷൻ എന്ന് പറയുന്നത്.
ഒരു ക്യാൻഡിലിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രേഡിംഗ് നടക്കുന്നത് എപ്പോഴും ബോഡി പാർട്സിലായിരിക്കും. അതുകൊണ്ട് തന്നെ വിക്സ് ഡു ദി ഡാമേജ് ആൻഡ് ബോഡി ടെൽസ് ദി സ്റ്റോറി എന്നാണ്. ക്യാൻഡിൽ സ്റ്റിക്സിൽ നമുക്ക് ഡിഫറെൻറ്റ് പാറ്റേൺസും അതോടൊപ്പം തന്നെ ഷേപ്പും കാണാൻ പറ്റും. ഈ ഷേപ്പ് അനുസരിച്ച് ഏറ്റവും കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന 3 ക്യാൻഡിൽ സ്റ്റിക്സ് പാറ്റേൺസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വണ്ണാണ് മർബോസു ക്യാൻഡിൽ. ഇവിടെ ബയ്യേഴ്സിനോ സെല്ലേഴ്സിനോ മാർക്കറ്റിൽ നല്ല രീതിയിൽ കൺട്രോൾ ഉള്ള സമയത്താണ് മർബോസു ക്യാൻഡിൽസ് ഫോം ചെയ്യുക. മർബോസു ക്യാൻഡിൽസിൽ ചെറിയ വിക്കും ലാർജ് ബോഡിയുമായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. ചില ടൈമുകളിൽ വിക്ക് ഇല്ലാതെയും മർബോസു ക്യാൻഡിൽസ് ഫോം ചെയ്യും. ഒരു ബുള്ളിഷ് മർബോസു ക്യാൻഡിൽ ഫോം ചെയ്യുമ്പോൾ അവിടെ കൃത്യമായിട്ട് സെല്ലേഴ്സിൽ നിന്ന് ബയ്യേഴ്സ് കൺട്രോൾ ഏറ്റെടുത്തായിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഇനി ഒരു ബെയറിഷ് മർബോസു ക്യാൻഡിൽ ഒരു ഡൗൺ ട്രെൻഡിന്റെ അവസാനം ഫോം ചെയ്യുകയാണെങ്കിൽ ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി ആ ഒരു ബെയറിഷ് മർബോസോടെ ഇൻഡിക്കേഷൻ തരുന്നുണ്ട്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാൻഡിൽസ്റ്റിക് ഫോർമേഷൻ ആണ് ഡോജി അഥവാ ഇൻഡിസിഷൻ ക്യാൻഡിൽ. ഇവിടെ പ്രൈസ് ഓപ്പൺ ചെയ്ത അതേ പ്രൈസിൽ നിന്ന് മുകളിലേക്ക് ഒരു ഹൈ പ്രൈസ് ക്രിയേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ഒരു ലോ പ്രൈസ് ക്രിയേറ്റ് ചെയ്തെങ്കിൽ പോലും ഓപ്പൺ ചെയ്ത പ്രൈസിന്റെ തൊട്ട് താഴെയോ തൊട്ട് മുകളിലോ അല്ലെങ്കിൽ ഓപ്പൺ ചെയ്ത പ്രൈസിൽ തന്നെയോ ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു ഇൻഡിസിഷൻ ക്യാൻഡിൽ ഫോം ചെയ്യും. ഡോജി ക്യാൻഡിൽ ഫോം ചെയ്താൽ അവിടെ ഇമ്പോർട്ടൻ്റ്ലി മനസ്സിലാക്കേണ്ടത് മാർക്കറ്റിനെയും ബയ്യേഴ്സും സെല്ലേഴ്സും ഒരുപോലെ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ പോലും രണ്ടുപേരും അവിടെ ഫെയിൽ ആവുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഇൻഡിസിഷൻ ആണ് ആ ഒരു ടൈമിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരു ഇൻഡിസിഷൻ ക്യാൻഡിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷമുള്ള ക്യാൻഡിൽ ഫോർമേഷൻ നോക്കിയതിന് ശേഷമായിരിക്കണം നമ്മൾ ട്രേഡ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കേണ്ടത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാൻഡിൽ സ്റ്റിക്സ് ആണ് ഹാമർ ക്യാൻഡിൽ സ്റ്റിക് പാറ്റേൺസ്. ഈ ഒരു ഹാമർ ക്യാൻഡിൽ സ്റ്റിക്സ് പാറ്റേൺ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹാമറിന്റെ ഷേപ്പ് പോലെ മുകളിലായിട്ട് നമുക്ക് മുകളിലോ താഴെയോ ആയിട്ട് നമുക്കൊരു ബോഡിയും ഒരു ലോങ്ങർ ആയിട്ടുള്ള വിക്കും ഫോം ചെയ്യുമ്പോഴാണ് ഹാമർ പാറ്റേൺസ് ഫോം ചെയ്യുന്നത്. ബുള്ളിഷിൽ നിന്ന് ബെയറിഷിലേക്ക് മാർക്കറ്റ് ട്രാവൽ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ബെയറിഷിൽ നിന്ന് ബുള്ളിഷിലേക്ക് മാർക്കറ്റ് തിരിയുന്ന സമയത്തോ നമുക്ക് ഈ ഒരു ഹാമർ പാറ്റേൺസ് കാണാൻ സാധിക്കും. ഇതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് താഴെയോ മുകളിലോ ആയിട്ട് നമുക്ക് ലോങ് ആയിട്ടുള്ള വിക്കും ഒരു സൈഡിൽ മാത്രമുള്ള ഒരു ബോഡിയുമായിരിക്കും ഹാമർ പാറ്റേൺസിൽ നമുക്ക് കാണാൻ സാധിക്കും. സോ ഇനി ക്യാൻഡിൽ സ്റ്റിക്സിനെ പറ്റി പഠിച്ചതിന് ശേഷം ട്രേഡ്സ് ഇത് മാത്രം വെച്ചുകൊണ്ട് എടുക്കാമെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് തെറ്റി. ഈ ഒരു ക്യാൻഡിൽ സ്റ്റിക്സ് പാറ്റേൺ എന്ന് പറയുന്നത് ജസ്റ്റ് പ്രൈസസ് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ പ്രൈസ് മൂവ്മെന്റ്സിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റോറി നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു സിമ്പിൾ റെപ്രസെന്റേഷൻ മാത്രമാണ്. ഒരു ക്യാൻഡിൽ സ്റ്റിക് പാറ്റേൺസിന്റെ കൂടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് അതുപോലെയുള്ള ഡിഫറെന്റ് പ്രൈസ് ആക്ഷൻ സ്ട്രാറ്റജീസും ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓർഡർ ഫ്ലോയും ഒക്കെ മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കണം നമ്മൾ ട്രേഡിലേക്കും അതോടൊപ്പം തന്നെ ഇൻവെസ്റ്റിംഗിലേക്കും ഒക്കെ മാറേണ്ടത്. സോ നെക്സ്റ്റ് ടൈം ആരെയും പറയുന്നത് കേൾക്കാതെ ട്രസ്റ്റഡ് ആയിട്ടുള്ള സോഴ്സസിൽ നിന്ന് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുക. എഡ്വലപ്പിന്റെ 2 months ബേസിക്സ് ടു അഡ്വാൻസ്ഡ് ഫോറക്സ് മെന്റർഷിപ്പ് കോഴ്സസിൽ ലൈവ് 1 hour ക്ലാസ്സസിനോടൊപ്പം തന്നെ ലൈഫ് ടൈം കമ്മ്യൂണിറ്റി ആക്സസും അതോടൊപ്പം മെന്റേഴ്സിന്റെ കൂടെ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കോഴ്സസിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ വേണ്ടി ഇപ്പോൾ തന്നെ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്തു. സോ ക്യാൻഡിൽസ് എന്താണെന്നും അതിന്റെ ഡീറ്റെയിൽഡ് ഇൻഫോർമേഷനും മനസ്സിലായല്ലോ. കൂടുതൽ യൂസ്ഫുൾ മാർക്കറ്റ് ഐഡിയാസിന് വേണ്ടിയിട്ടും ഇമ്പോർട്ടൻറ്റ് ടെക്നിക്കൽ അനാലിസിസിന് വേണ്ടിയിട്ടും ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. കൂടുതൽ ക്യാൻഡിൽ സ്റ്റിക് പാറ്റേൺ വീഡിയോസുമായി നമുക്ക് ഇനിയും കാണാം.